പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. അഗ്നിഹോത്രിയും വള്ളോനും രചകനും പാക്കനാരും വന്നു. പെരുന്തച്ഛനും ഉപ്പുകൂറ്റനും അകവൂർ ചാത്തനും വന്നു. അവിടെ സന്തോഷം തിരയടിച്ചു. തളത്തിൽ 10 പേരും ഉണ്ണാനിരുന്നു. മുന്നിൽ വലിയ നാക്കില, അതിൽ നിറയെ വിഭവങ്ങൾ. സമീപത്ത് ഒരു നിലവിളക്ക് കൊളുത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ മുന്നിലും ഒരു നാക്കില, അതിലും വിഭവങ്ങൾ വിളമ്പിയിട്ടുണ്ട്. ആദ്യം അപ്പന് വിളമ്പൂ അനുജത്തി, അഗ്നിഹോത്രി പറഞ്ഞു. കരയ്ക്കലമ്മ വിളക്കിൻ്റെ മുന്നിൽ ഒരു നിമിഷം നിശബ്ദയായി നിന്നു. ഇലയിൽ ചോറ് വിളമ്പി. പാക്കനാർ സഗദ്ഗതം പറഞ്ഞു. അപ്പാ, വയലാക്കുന്നിലപ്പാ, ഊണ് സുഖാവണം കേട്ടോ. ഞങ്ങൾക്ക് അപ്പനെ കാണാൻ പറ്റില്ലെങ്കിലും അപ്പന് ഞങ്ങളെ കാണാലോ. കാരയ്ക്കലമ്മ എല്ലാവരുടെയും ഇലയിൽ ചോറ് വിളമ്പി. എല്ലാവരും ഊണാരംഭിച്ചു. വിളക്കിൻ്റെ മുന്നിലുള്ള ഇലയിലെ ചോറും കറികളും അപ്രത്യക്ഷമായി തുടങ്ങി. കാരയ്ക്കലമ്മയും ബാക്കി 10 പേരും വീർപ്പടക്കിക്കൊണ്ട് ആ കാഴ്ച കണ്ടു. അപ്പാ, കുറച്ചുകൂടി ചോറ് വിളമ്പട്ടെ? ഇടറുന്ന സ്വരത്തിൽ കാരയ്ക്കലമ്മ ചോദിച്ചു. വിളക്കിലെ നാളം വേഗതയിൽ ചലിച്ചു. വിളമ്പു അനുജത്തി, അപ്പൻ വരരുചിയുടെ ഏറ്റവും ഒടുവിലത്തെ സന്താനമാണ്. ശർക്കര ഉപ്പേരിയും കാളനും കൂടുതൽ വിളമ്പിക്കോളൂ. അപ്പൻ നല്ലോണം കഴിക്കട്ടെ, അഗ്നിഹോത്രി പറഞ്ഞു. കാരയ്ക്കലമ്മ ഉപ്പേരിയും കാളനും വിളമ്പി. ക്രമേണ അതും അപ്രത്യക്ഷമായി. പായസം കുറച്ചുകൂടി വിളമ്പട്ടെ അപ്പാ? ഇല പെട്ടെന്ന് താനേ മടങ്ങി. കാറ്റിൻ്റെ ചൂളം വിളി, കുടമണികളുടെ കിലുക്കം. തങ്ങളെ എന്തോ തൊട്ടുരുമ്മുന്നുണ്ടെന്ന് ഓരോരുത്തർക്കും തോന്നി. ചാരിയിരുന്ന വാതിൽ താനേ തുറക്കപ്പെട്ടു. അപ്പൻ പോയി. എന്തായാലും സന്തോഷായി. അപ്പൻ സുഖമായി ഊണ് കഴിച്ചൂലോ, അഗ്നിഹോത്രി പറഞ്ഞു. പായസം വിളമ്പട്ടെ? കാരയ്ക്കലമ്മ ചോദിച്ചു. വിളമ്പിക്കോളൂ. എന്താണിത്ര ചോദിക്കാനുള്ളത്? ധാരാളം വിളമ്പിക്കോളൂ, പാണനാർ. പാക്കനാർ നാരായണത്തിനെ ഒന്ന് നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു. മധുരം അകത്ത് ചെന്നാൽ ഭ്രാന്ത് കൂടുവോ കുറയുവോ നാരായണത്തെ? പാക്കനാർ ചോദിച്ചു. ആ ചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ നാരായണത്ത് പാക്കനാരെ സൂക്ഷിച്ചു നോക്കി. എല്ലാവരുടെയും മുഖം ഒരു നിമിഷം വല്ലാതായി. നാരായണത്ത് പെട്ടെന്ന് ഉറക്ക പൊട്ടിച്ചിരിച്ചു. ഇലയിൽ നിന്നും പായസം കോരി കുടിച്ചു. പാക്കനാരെ, തുറന്നു ചോദിച്ചോട്ടെ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പായസം താൻ കഴിച്ചിട്ടുണ്ടോ? ഉപ്പുകൂറ്റൻ ചോദിച്ചു. പാൽപ്പായസം ഇതുവരെ കഴിച്ചിട്ടേയില്ല. ശർക്കര പായസമൊക്കെ ധാരാളം കഴിച്ചിരിക്കണോ. എന്താ പാണനാരൊന്നും മിണ്ടാത്തത്? ഇനി വർത്തമാനം പറച്ചിൽ അനുജത്തിയുടെ ഊണ് കഴിഞ്ഞിട്ട് മതി. അനുജത്തി ഇരിക്കൂ, ഞങ്ങൾ വിളമ്പിത്തരാം, അഗ്നിഹോത്രി പറഞ്ഞു. കാരയ്ക്കലമ്മ ഉണ്ണാനിരുന്നു. ആങ്ങളമാർ വിളമ്പിക്കൊടുത്തു. എല്ലാവരും ഉമ്മറത്ത് വന്നിരുന്നു. പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ. പറയിപെറ്റ പന്തിരുകുലം. വായിച്ചത് പ്രീതി.